ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിലും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തുവരും. ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിന്റെമായി ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തോട് സുരക്ഷിതമായിരിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായി രക്തം ചെയ്ത് രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുപത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വകരാത്മാവാസിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കടന്നിൽ ചെറിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതുമായ മിശിഹായെ നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആകാശത്തിനും ഭൂമിയിലും സുഗ്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരണം വരുമൊരു നാൾക്കുകമത്യാനേ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾക്കുകമത്യാനേ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്തിനു കേഴുന്നു വ്യാകുലമാനസനായി എന്തിനു നീങ്ങുന്നു തിരമാലകളാൽ നീങ്ങി മറി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾക്കുകമത്യാനേ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണത്തിൻ കാലടി കേൾപ്പൂജ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സദനമലട്ടുന്നു. മരണം വരുമൊരു നാൾക്കുകമത്യാനേ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ
പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശിഷ്ടരായവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനത്തിലേക്ക് ദൈവം സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഇടവക ദേവാലയത്തിലേക്കുള്ള വിലാപ യാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ രക്ഷയുടെ അടയാളമായ വിശായിട്ട് ഭക്തിപൂർവ്വം പ്രാർത്ഥനയോടെ ദേവാലയത്തിലേക്ക് നീങ്ങാം. പന്തലിലുള്ളവര് പുറത്തേക്കിറങ്ങി കുരിശിനെ അനുഗമിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. മറയാത്ത സിയോനിൽ
സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. മനുഷ്യന്റെ ജീവിതകാലം ഉൾക്കൊടിക്കു തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയി പോകുന്നു. അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴിക്കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിന്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും, താളം പിടിക്കും മാലാഖമാരും, തമ്പുരു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മാറ്റനുസരിച്ച് കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പുണ്യപൂർണമായ 86 വർഷത്തെ ജീവിതത്തിന് ശേഷം തന്റെ സ്നേഹനാഥനായ ഈശോയെ മുഖാഭിമുഖം ദർശിക്കുവാനായിട്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മത്തായിച്ചൻ ഇന്ന് നമ്മളിൽ യാത്രയായിരിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പുണ്യപൂർണമായ 86 വർഷത്തെ ജീവിതമായിരുന്നു മത്തായിച്ചന്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്. താൻ സമീപിച്ചവരെയും തന്നെ സമീപിച്ചവരെയെല്ലാം സ്നേഹത്തോടും പുഷ്ടിയോടും കൂടി എന്ന് വീക്ഷിക്കുകയും അവരോടെല്ലാം സ്നേഹം പകർന്നു കൊടുക്കുകയും ചെയ്ത ഒരു ജീവിതമായിരുന്നു. ദൈവം തനിക്ക് കനിഞ്ഞു നൽകിയ 7 മക്കളെയും ഏറ്റവും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി വളർത്തുകയും
അവരെ ഉന്നത വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ സ്നേഹവും ക്രൈസ്തവ മൂല്യങ്ങളും ക്രിസ്തീയ വിശ്വാസവും പകർന്നു നൽകുന്നത് എന്നും മത്തായിയുടെ ഉത്സാഹിയായി. ഈ അപ്പച്ചന്റെ വിശ്വാസ ജീവിതവും ജീവിത മാതൃകയിൽ തന്നെയാണ്. സമൂഹത്തിലും സമുദായത്തിലും പള്ളിയിലുമെല്ലാം തൻ്റെതായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയ മത്തായിച്ചേട്ടൻ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. തന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കും. പള്ളിയിലെ കൈക്കാരനായും മറ്റ് സമൂഹത്തിലെ എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഈ ആത്മാവിന്റെ ആത്മശാന്തിക്കായി നമുക്കും ആത്മാക്കളോട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി മത്തായിച്ചേട്ടൻ ഇന്ന് സ്വർഗത്തിലിരുന്ന് ഈശോയോട് മാധ്യസ്ഥം പ്രവേശിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാ മരണവും നമുക്കൊരു മുന്നറിയിപ്പാണ്. ഒരിക്കൽ ഇതുപോലെ നമ്മളെ ഈ ദേവാലയത്തിലേക്ക് കടന്നുവരേണ്ടതാണ്. പ്രബോധന കാലത്തിൽ നാം പ്രകാരം വായിക്കുന്നു, മരണം വരുന്നൊരു നാം ഓർക്കുക മധ്യാണ് കൂടെ പോരുന്ന ജീവൻ ചെയ്യിച്ചു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ മുമ്പിൽ വിധിക്കായി നാം അണയുമ്പോൾ കർത്താവ് അന്വേഷിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവൻ രീതികൾ മാത്രമാണ്. സുവിശേഷത്തിൽ നാം വായിക്കുന്നു, ഈ ചെറിയവരിൽ ഒരുവന് നീ നന്മ ചെയ്തപ്പോഴല്ല, അതെനിക്ക് തന്നെയാണ് ചെയ്തത്. ഈ ഒരു സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിലെല്ലാം തമ്പുരാന് വേണ്ടി മറ്റുള്ളവരോടുകൂടി എന്നും ജീവിക്കുവാനും തമ്പുരാനിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും ദാനങ്ങളുമെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പലരും മരണത്തെ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ക്രിസ്ത്യാനികളായ നമുക്ക് മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം പാപം മൂലം ഭൂമിയിലേക്ക് വന്ന മരണത്തെയും സ്നേഹവികാരമായ ദൈവം തന്റെ പുത്രനെ അയച്ചുകൊണ്ട് പാപം മൂലം വന്ന മരണത്തെയും കീഴടക്കിക്കൊണ്ട് മനുഷ്യന് രക്ഷ കൈവരിച്ചു തന്നിരിക്കുകയാണ്. പരിശുദ്ധമായ മാമോദീസായിലൂടെ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്ന നാം അവന്റെ കൂടെ നിത്യജീവിതത്തിന് അവകാശമായി തീരുകയാണ്. ക്രിസ്തുവിന്റെ കൂടെ പുതിയൊരു ജീവിതം നയിക്കുവാനായിട്ടാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. തീർത്ഥാടകരായി നാം ഈ ഭൂമിയിലുള്ള കാലങ്ങളിലെല്ലാം നന്മകൾ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തോടു കൂടി സന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. മരണശേഷം നമ്മെ കാത്തിരിക്കുന്നത് പ്രതിഭാസമല്ല ക്രിസ്തു, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ക്രിസ്തു നമ്മോട് കൂടിയുണ്ട്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ സൽക്കൃത്യങ്ങൾ ചെയ്യുവാനും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തമ്പുരാന് ഏറ്റവും നല്ല മകനായി ഏറ്റവും നല്ല മകളായി ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. മത്തായിച്ചേട്ടനെ പോലെ നല്ല ജീവിതം നയിക്കുന്ന നല്ല വ്യക്തികളുടമയായി തീരുവാനായിട്ട്, മറ്റുള്ളവരെ എന്നും നന്മ പറയുന്ന വ്യക്തികളുടമയായി തീരുവാനായിട്ട് നമുക്കും നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ചിന്തകളെ എല്ലാം വിശദീകരിക്കാം. അതോടൊപ്പം തന്നെ ഈ വേളയിൽ മത്തായിച്ചേട്ടന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ആത്മാർത്ഥമായി മാപ്പ് പറഞ്ഞുകൊണ്ട് മത്തായിച്ചേട്ടന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ കൂദാശകളെല്ലാം സ്വീകരിച്ച് ഏറ്റവും വിശുദ്ധിയോട് കൂടിയാണ് മത്തായിച്ചേട്ടൻ മരണത്തെ സ്വീകരിച്ചത്. ഈ കൂദാശകളുടെ എല്ലാം ഫലം തീർച്ചയായിട്ടും മത്തായിച്ചേട്ടൻ ലഭിക്കും. നമുക്കും ഇദ്ദേഹത്തിന്റെ ജീവിതം മാതൃകയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. മൃതരാമഖിലർക്കും ജീവനും അതുപോൽ ശരണവും പ്രകീർത്തിക്കും. മൃതിയുടെ കൈകളെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമികളുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടെ എഴുന്നേൽക്കും. അവന്റെ നാമം ധന്യമാകുന്നു. മൃതിയെ നാഥനെ നയിക്കുന്നു. ദുഷ്ടനിടയിൽ
ചിത്തനോടുപോലെ ഞാൻ ദൈവത്തിൽ അഭയം തേടും, അഭയം കുരിശിൽ കണ്ടവരവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ നശിച്ചതിന്റെ മേൽ കൈകൾ വെച്ചു, ഭൂമിയിൽ നിന്നും ജന്മമേറ്റി നിന്നെ നമിക്കാൻ നൽകണമുത്ഥാനം. വിശുദ്ധർക്ക് പ്രകാശമതിച്ച് കനകപ്രഭയിൽ കബറിടമൊളി ചിഹ്നം, അതിലുള്ളവരോ നാഥന് പുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയും കല്ലേശനും പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും ഭാഗ്യം കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദിമുതലേക്കും ഈശോനാഥ മരണവും ഇരുളിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സംഘടനകളാൽ ദൈവത്തെ പ്രസാദിച്ച ഇയാളെ ദൈവം നീതിയാമായ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. ഭരിച്ചവരെ ഒരുമിക്കുകയും നല്ലവർക്ക് സർഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അധീനത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹാവിലൂടെ ഇയാളെ തന്റെ വലത്തുവാസം നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുപ്പുള്ള ജീവിതത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി നിന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാസുകളാൽ എന്റെ ആത്മാവിൽ പോഷണം ചെയ്യുകയും ചെയ്ത് പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതനെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതേ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിത നിലയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കല്ലേ. പുഴമായി കേൾക്കാം പുനരുത്ഥാനം. വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ മൃത്യുഗണങ്ങൾ നോക്കിയിരിപ്പൂ. സ്വന്തപ്പെടുകയും ചെയ്യണമേ.
നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമങ്ങളുടെ കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായിൽ മധുരവും വിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവത്തിന് രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമങ്ങളുടെ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവനെ അടുത്തു ചെയ്യുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, നീ മേത്തടിക്കുക, ഞാൻ നിർമ്മലനാകും. അതിനെ കഴുകാൻ ഞാൻ മഞ്ഞിനേക്കാൾ ഉള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നയിക്കുവാമേ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്ന് വിളിച്ചത് സകലത്തിന്റെ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന പുഷ്പം അതേ നിർത്തട്ടെ. നീ സ്വീകരിച്ച ഇഷ്ടപുരാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിനെ സഹായിക്കട്ടെ. ജീവനെ മരണത്തിലെ നാശം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. സ്ത്രീകൾ അല്പം പുറപ്പെട്ട് കറങ്ങി നിൽക്കുക. വഴിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ നിമവിധിനാളിൽ കർത്താവേ നീ അറിയുമ്പോൾ കരുണയുടെ നിലനിർത്തണമേ. നല്ലവരൊത്തു വലഭാവേ ആരാധിച്ചു ആകാശമേ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസ്സും. അപരാധങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ ദയാമേ. മാമോദീസാവഴിയങ്ങേ സുതരാനവരൻ നോക്കണമേ. ഒരു സുഘോഷത്തിലവനാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യനിരുന്നിൽ ചേർക്കണമേ. അവരുകാരും അനുസരിച്ചിട്ടില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മുതലിൽ ജീവനുദിക്കുന്നു. ആകുലയുള്ളവയെല്ലാം കൈമായിങ്ങളുടെ നാഥാനെ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ രൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹാത്മകമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹാനങ്ങളിൽ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾ ഉദ്ധാരം നീയേകുന്നു. ഞങ്ങളെ
സർവേശാനീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്തിൻ പരിശുദ്ധൻ, നിത്യബലങ്ങൾ കേൾക്കണമേ. അവനെ ആശ്വസിപ്പിച്ച കർത്താവേ, നിന്നെ അനുഗ്രഹത്താൽ മനസ്സുവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായ എന്നേക്കും. വിശ്വാസം കൊടുക്കുന്നവരുമായ ജനങ്ങളാധികം കൊഴുത്തുകയും ചെയ്യുന്നു. ജീവജീവനത്തിലെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായി നാഥനണഞ്ഞിടം അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടം അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനഭാഗ്യം. കയറ്റമയായി ശിരമഹിമാവിൽ പിന്നിറങ്ങും മുഖമഴു നല്ലതമിട്ടെഴുന്നേൽക്കും മനുജനഭാഗ്യം. നാഥനണഞ്ഞിടം അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനഭാഗ്യം. മനുഷ്യനിരക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനഭാഗ്യം. നാഥനണഞ്ഞിടം അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനഭാഗ്യം. മനുഷ്യനിരക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനഭാഗ്യം. നാഥനണഞ്ഞിടം അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണം. മനുഷ്യനെ അർപ്പിക്കുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അറിയാൻ കഴിവുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സ്ഥലത്തെ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങൾ ഉപദ്രവിച്ചു കഴിയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സജീവവും ജീവനായകവുമായ ശുദ്ധതാം ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശുദ്ധമഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ പ്രിയദാസനെ വിളിക്കുകയും വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണ നിറഞ്ഞവരും നീതിമാനുമായ വിധികർത്താവേ, ജീവനെയും മനസ്സിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായ എന്നേക്കും. കർത്താവേ, മനുഷ്യനെ കാരുണ്യം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവനെയും മനസ്സിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായ എന്നേക്കും. നാഥനായ ദൈവത്തിന്റെ ബുദ്ധിമാന്മാരോടും ദുഷ്ടരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവൻ നൽകി
സംക്രാന്തിഭാഗത ഓസ്ട്രേലിയയിലേക്ക് ഈ സഹോദരനെ പ്രവേശിക്കുമാറാകട്ടെ. വൈദികരുടെ മോദുവിശേഷത്തെ അന്നത്തെ അനുകരിക്കുകയും സംഘം കാര്യത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും എല്ലാവരെയും സൗഭാഗ്യത്തെ അവിടുത്തെ പ്രഭാതങ്ങൾ വസിക്കുകയും അവിടുത്തെ കാര്യത്തിൽ നിങ്ങളെ അനുകരിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീ